Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihil amin. Wa ala alihi wa sahbihi ajma'in amma ba'd. Fattaqullaha ya ibadallah. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖ് സാലിഹ് സുഹൈമി ഹഫളഹുല്ലയുടെ തൻബീഉ ദബിൽ അഫ്ഹാം എന്ന പുസ്തകമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 17ാമത്തെ കാരണമായിട്ട് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്, മതവിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ളത് പഠിപ്പിക്കുക എന്നതിൽ വ്യാപൃതരാവുക എന്ന വിഷയമാണ്. എന്തിലേർപ്പെടരുത്? പരസ്പരം മറുപടി കൊടുക്കുകയും ആ മറുപടിക്ക് വീണ്ടും ഒരു മറുപടി കൊടുക്കുകയും എന്നിങ്ങനെയുള്ള കാര്യത്തിൽ അവർ ഏർപ്പെടരുത്. കാരണം എന്താണ്? ബിസബബി ഇഷ്തിഗാലിഹിം ഫി അംറിൻ ലാ യുഹ്സിനൂനഹു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? സുന്നത്ത് പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതൊന്നും അറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്? വ്യാപൃതരാകേണ്ടത്. മറ്റൊന്നെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യും? നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം മറുപടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഒരുപാട് ഇരിക്കണം. അതോടൊപ്പം തന്നെ അതിലെന്താ നമുക്ക് ഉപകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതു മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉപകാരമുള്ള വിഷയമായിരിക്കൂല താനും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, വലാ യജൂസു ലഹും അൽ ഇഷ്തിഗാലു ബിൽ ജർഹി വത്തഅദീൽ. ജർഹിലും തഅദീലിലും എന്ത് ചെയ്യരുത്? അവർ വ്യാപൃതരാകരുത്. അവർക്കത് അനുവദനീയമല്ല. എന്തിനു മുമ്പ്? ഖബ്ല അൻ യതഫഖഹു ഫി ഹാദൽ ഇൽം. ഈ അറിവിൻ്റെ വിഷയത്തിൽ, ഇസ്ലാമികപരമായ അറിവിൽ ഫിഖ്ഹ് നേടുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ജർഹു തഅദീലിൽ പരസ്പരം ചില ആൾക്കാർ നന്നാക്കുകയും മറ്റു ചില ആൾക്കാരെ മോശമാക്കുകയും ചെയ്യുക, അതിലെന്ത് ചെയ്യരുത്? അവർ ഏർപ്പെടരുത്. എന്നിട്ട് പറഞ്ഞു വെക്കുന്നത്, ജഅല ബഅള സിഗാരി തലബത്തിൽ ഇൽമി യുതബ്ബിഖൂനഹു അലാ ഗൈരി മൻഹജി സലഫി അസ്സാലിഹ്. ഷെയ്ഖ് പറയുന്നത്, ചില ആളുകൾ അവർ ജാഹിലീങ്ങളാണ്, ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. അവരുടെ അവസ്ഥ ഇതാണെന്നാണ്. അവരുടെ അവസ്ഥ ഫഹാദ അംറുൻ ഫി ഗായത്തിൽ ഖുതൂറ, അങ്ങേയറ്റം അപകടം പിടിച്ച ഒരു കാര്യമാണ്. ചില ചെറിയ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്യും? അവർ പകർത്തുന്നതാണ്. ഈ പറയുന്ന ജർഹുവത്ത് അദീലാണെന്ത്? അവരുടെ പണി. അത് ചെറിയ വിദ്യാർത്ഥികളിലാണ് അത് കാണുന്നത്. അതുകൊണ്ട് അതിലെന്ത് ചെയ്യരുത്? നമ്മൾ നമ്മുടെ സമയം അത് പാഴാക്കി കളയരുത്. സമയം എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ഉപയോഗിക്കണം. ഫതൻദ മുസാഅതൻ ലാ യൻഫഉൻ നദം. ആ ഒരു ചെറിയ നിമിഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാവും, അല്ലേ? ഖേദം ഒരിക്കലും ഉപകരിക്കാത്തൊരു ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്തിന് വേണ്ടി നമ്മൾ ഖേദിക്കും. അപ്പോൾ ഉലമാക്കളുടെ മറുപടികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, റദ്ദുകൾ പരിശോധിച്ചാൽ വളരെ കുറവായിരിക്കും. എന്നാൽ കിതാബുകൾ വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലോ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ 2000 ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് എന്തുണ്ടാവില്ല? റദ്ദുകൾ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. ഒരു 4-5-6 റദ്ദ് അതേ ഉണ്ടാവുള്ളൂ എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോ നേരെ തിരിച്ചാണ്. റദ്ദ് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും. എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാലോ ആളുകൾക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ മാത്രം എന്ത് ചെയ്യുക? വ്യാപകമായിട്ട് മുന്നോട്ട് പോകുക എന്നത് ശരിയായ രീതിശാസ്ത്രമല്ല എന്ന് ഷെയ്ഖ് പറയുകയാണ്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. وسأقدم لها بذكر كلام لبعض أفاضل المشايخ المعاصرين حيث إنهم أشاروا إلى كثير من هذه الضوابط السنية السنية. 17 കാരണങ്ങൾ പറഞ്ഞു. ഇനി ഷെയ്ഖ് റഹിമഹുല്ല സ്വാലിഹ് സുഹൈമി ഹഫളഹുല്ല പറഞ്ഞു വെക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സംഭവങ്ങൾ അതായത് കഴിഞ്ഞു പോയ കാലത്തിലെ ചില ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ,
അപ്പോൾ അതോടൊപ്പം തന്നെ ചില ഉലമാക്കൾ കൊടുത്ത നസീഹത്തുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, എന്താണ് എന്ന് വിവരിക്കുകയാണ് ഷെയ്ഖ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഷെയ്ഖാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹിബിൻ ബാസ് റഹിമഹുല്ല. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിന് അറിയപ്പെട്ട ശിഷ്യന്മാരുള്ള ഒരു പണ്ഡിതനാണ് ആര്? ഷെയ്ഖ് ഇബ്നു ബാസ്. ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ക്ലാസ്സുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ക്ലാസ്സിലാണ് ആരിയ്ക്കുന്നത്? ഇബ്നു ഉസൈമീൻ, അതേപോലെ തന്നെ ലുഹൈദാൻ, ഷെയ്ഖ് ഫൗസാൻ. അപ്പോൾ ആ സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൃഹത്തായ സദസ്സാണ്. ഇരിക്കുന്ന ആളുകളൊക്കെ വലിയ വലിപ്പം വെച്ച ആൾക്കാരാണ്. ഉസ്മാൻ അൽ ഖമീസ്, ഒരുപാട് ആളുകൾ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ മുമ്പിലാണ്. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് ദഅവത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുപ്രധാനമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ ഷെയ്ഖ് സ്വാലിഹ് സുഹൈമി ഹഫിളഹുല്ല എടുത്തു കൊടുക്കുകയാണ്. കാരണം ദഅവത്തിൻ്റെ വിഷയത്തിൽ, പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ വളരെ വലിയ കഴിവ് നിലനിർത്തിയ, അതോടൊപ്പം തന്നെ പ്രബോധന മേഖലയിൽ ഒരുപാട് കാലം പ്രബോധനം ചെയ്ത ആളാണ് ആര്? ഷെയ്ഖ് ഇബ്നു ബാസ്. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിന് എന്തുണ്ടാകും? നല്ല അനുഭവങ്ങൾ പ്രബോധനത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകും. അപ്പോൾ പ്രബോധനത്തിൻ്റെ മേഖലയിൽ ഷെയ്ഖ് ഇബ്നു ബാസിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ കൊടുക്കുകയാണ്. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല എടുത്തു പറയുന്ന വിഷയമാണ്, പ്രബോധനം ചെയ്യുമ്പോൾ എന്തുണ്ടാകാൻ പാടില്ല, നമ്മൾ വളരെ ലോലമായിട്ടാണ് പ്രബോധനം ചെയ്യേണ്ടത്. എപ്പോഴും പരുഷമായി പെരുമാറുക എന്നുള്ളത് എന്തല്ല, അത് പ്രബോധനത്തിൻ്റെ രീതിയല്ല. അടിസ്ഥാനം എന്താണ്? ലോലതയിൽ നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. കാരണം അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി എന്നാണ്, അതായിരുന്നു നബിയുടെ രീതി. അപ്പോൾ അതിനൊരുപാട് തെളിവുകൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ്. സൂറത്ത് ആല ഇമ്രാനിലെ 159 ആയത്ത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും എന്ന ആയത്ത്. സൂറത്ത് ത്വാഹയിലെ 44 ആയത്ത്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. സൂറത്തു നഹ്ലിലെ 125 ആയത്ത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലതിൽ ഹസന. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ എന്തിനാണ് അറിയിക്കുന്നത്? നല്ല രൂപത്തിൽ നൈർമല്യത്തോടു കൂടി, സാവകാശത്തിൽ, കാരുണ്യത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം? ഇടപെടണം എന്നാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഇസ്ലാം വിപരീതവും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കഠിനമായി പരുഷമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. സൂറത്തുൽ മാഇദയിലെ 78 മുതൽ 79 വരെ, ലുഇന അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നി മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവിശ്വാസികളായ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആളുകളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശപിക്കാനുള്ള കാരണം എന്താ? അതിന് ചില കാരണങ്ങൾ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശാപം എന്നുള്ളത് എന്താണ്? ലീനല്ല, അതൊരു നൈർമല്യത്തിൻ്റെ രീതിയല്ല, മറിച്ച് ഷിദ്ദത്തിൻ്റെ രീതിയാണ്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. കാരണം എന്തായിരുന്നു? തിന്മ ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യൂല, അത് വിലക്കുന്ന അവസ്ഥ അവരിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടത്. ചില ഹദീസുകൾ പരിശോധിക്കുമ്പോഴും അത്തരത്തിലുള്ള ഷിദ്ദത്തിന് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞത്? അവരുടെ വീട് കത്തിക്കും എന്നാ പറഞ്ഞത്. അവരുടെ വീട് കത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ആ നിലപാട് ഭയങ്കര നിലപാടാണ്, ഉറച്ച നിലപാടാണ്. ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള നിലപാടെടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗലാ മാ ഫിൽ ബുയൂതി മിനൻ നിസാഇ വദ്ദുർരിയ ലഹറഖ്തുഹാ അലൈഹിം. അവരുടെ വീട്ടിൽ കുട്ടികളും സ്ത്രീകളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അത് കരിച്ചു കളയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജമാഅത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിനെയും ആ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസുണ്ട്, വളരെ അർത്ഥവത്തായ ഹദീസാണ്. നമ്മുടെ കാലഘട്ടത്തിലൊക്കെ വായിക്കുമ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഫീ ഉമ്മത്തിൻ ഖബ്ലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഖവാരിയൂൻ വ അസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഹ്തദൂന ബിഅംരിഹി. എല്ലാ ഉമ്മത്തിലും നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാർക്ക് എന്തുണ്ട്? അവരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന പിൻപറ്റുന്ന ആളുകൾ എന്തുണ്ട്? അവർക്കുണ്ട് എന്നാണ്. താബിഈങ്ങൾ അവർക്കുണ്ട്. എന്താണോ കൽപ്പിച്ചത് അതതേപോലെ ചെയ്യും. ഏതൊരു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത് അതതേപോലെ ചെയ്യും. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ സുമ്മ ഇന്നഹ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫുൻ യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. അപ്പോൾ നബിയുടെ കാലമൊക്കെ കഴിഞ്ഞു,
പിന്നെ നബിയെ പിൻപറ്റുന്ന ആളുകളുടെ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം എന്ത് ചെയ്യും? നബിയെ പിൻപറ്റുന്നവർ എന്ന് പറയുന്ന ഒരു വിഭാഗം വരും. അവരുടെ അവസ്ഥ എന്താണ്? അവർ പ്രവർത്തിക്കാത്തത് ചെയ്യുന്ന ആളുകളാണ്. അവർ പ്രവർത്തിക്കാത്തത് പറയുന്ന ആളുകളാണ്. പ്രവർത്തിക്കാത്തത് എന്ത് ചെയ്യുന്നു? പറഞ്ഞുകൊണ്ടേക്കുന്നു. അവരെന്ത് ചെയ്യുന്നില്ല? സംഭവം അവർ പ്രവർത്തിക്കണില്ല, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ആളുകളോടും പറഞ്ഞു നടക്കുന്നുണ്ട്. അതോടൊപ്പം വയഫ്അലൂന, അവർ പ്രവർത്തിക്കുന്നു മാ ലാ യുഅ്മറൂൻ, കൽപ്പിക്കാത്തത് എന്ത് ചെയ്യുന്നു? റസൂൽ കൽപ്പിച്ചിട്ടൊന്നുമില്ല, അത് അവർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ കൽപ്പിക്കാത്തത് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ബിദ്അത്തിന് എന്തുണ്ട്? സാധ്യത ഉണ്ട്. ബിദ്അത്തിന് സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നു? സ്വന്തം ചെയ്യുന്നില്ല, എന്നിട്ട് അതൊക്കെ പറയുകയും ചെയ്യുന്നു. ഇഖ്ലാസ് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗം നബിയുടെ ഉമ്മത്തിൽ എന്ത് ചെയ്യും? വരുന്നാണ്. എന്നാൽ ഈ നബിയുടെ ഉമ്മത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, അവരോട് കരങ്ങൾ കൊണ്ട് ജിഹാദ് ചെയ്തവനാരാണ്? മുഅ്മിനാണ്. ആരോട്? ഉമ്മത്തിൽപ്പെട്ട, ഉമ്മത്തിലില്ലാത്തത് പറയുന്ന, ഉമ്മത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ജിഹാദ് നടത്തിയവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനി, നാവ് കൊണ്ട് ജിഹാദ് നടത്തിയവനോ? അവൻ മുഅ്മിൻ. വമൻ ജാഹദഹും ബിഖൽബി, ഹൃദയം കൊണ്ട് ജിഹാദ് നടത്തിയവൻ ഫഹു മുഅ്മിൻ, അവൻ മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദൽ. അപ്പോൾ അതിന് ശേഷം എന്തില്ല? അപ്പോൾ ഏറ്റവും താഴ്ന്ന ഈമാനിൻ്റെ ലെവലാണെന്ത്? ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുകയും ഹൃദയം കൊണ്ട് വെറുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഏറ്റവും അവസാനം അതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത് ഉറച്ച നിലപാടാണ്. അവരോടെന്ത് ചെയ്യണം? ജിഹാദ് ചെയ്യണം. എങ്ങനെ ചെയ്യണം? നമുക്ക് നാവ് കൊണ്ട് പറ്റുകയാണെങ്കിൽ നാവ് കൊണ്ട് ചെയ്യണം. കരങ്ങൾ കൊണ്ടാണ് സാധിക്കുന്നതെങ്കിൽ കരങ്ങൾ കൊണ്ട് ചെയ്യണം. ഒന്നിനും സാധിക്കുന്നില്ലെങ്കിലോ ഹൃദയം കൊണ്ടെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ജിഹാദ് ചെയ്യണം. അല്ലാതെ വെറുതെ എന്ത് ചെയ്യരുത്? വിടരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ പോയ ചില സ്വഹാബാക്കളുണ്ട്. അതും അങ്ങനെ വലിയൊരു കാരണമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. വലിയൊരു കാരണം വന്നതുകൊണ്ടൊന്നും യുദ്ധം ഒഴിവാക്കിയതല്ല, മറിച്ച് ചെറിയ എന്തോ കാരണങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഹജ്ർ ചെയ്തു എന്നാണ്. നബി അവരെ ഹജ്ർ ചെയ്തു. 50 ദിവസങ്ങളാണ് എന്ത് ചെയ്തത്? ഹജ്ർ ചെയ്തത്. അവരോട് ആരും എന്ത് ചെയ്യുന്നില്ല? സംസാരിക്കുന്നില്ല, സലാം പറഞ്ഞാൽ മടക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്? 3 സ്വഹാബാക്കൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ഷിദ്ദത്തിനെ അറിയിക്കുന്നുണ്ട്. സൂറത്തു തൗബയിലെ 117 മുതൽ 118 വരെ ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ വഅല സലാസത്തി അല്ലദീന ഖുല്ലിഫു എന്ന ആയത്ത് വരെ. അപ്പോൾ ഇസ്ലാം പൂർണ്ണമാണ്. ഇസ്ലാം ലീനും കൊണ്ടുവന്നിട്ടുണ്ട്. നൈർമല്യത്തോടുകൂടി സംസാരിക്കുക, നല്ല റിഫ്കോടുകൂടി സംസാരിക്കുക, എന്നാൽ അതോടൊപ്പം തന്നെ പരുഷമായിട്ട് എന്ത് ചെയ്യുക? ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവസ്ഥകളെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും? മാറും. ഇപ്പോഴും സാധാ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? ആളുകളെ പരിഗണിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും, ചില നിലപാടുകൾ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ സന്ദർഭത്തിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇസ്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹം ഒരു നസീഹത്ത് പറയാണ്. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന നസ്സുകളൊക്കെ കൊടുത്തിട്ട് പറയാം. അതായത് ഒരു മുസ്ലിമിനെ കുറിച്ച് എന്ത് വിചാരിക്കാൻ പാടില്ല? മോശമായ ലൊന്ന് വെച്ച് പുലർത്താൻ പാടില്ല. ഹാദാ കുല്ലുഹു ലാ യംനഉ മിൻ നസീഹതി മൻ അഖ്തഅ മിൻ അഹ്ലിൽ ഇൽമി ഔ ദുആതി ഇലല്ലാഹി ഫീ ഷൈഇൻ മിൻ അമലിഹി ഔ ദഅവതിഹി ഔ സിയറതിഹി. ഈ പറഞ്ഞതെല്ലാം ഷെയ്ഖ് ഇങ്ങനെ ഒരുപാട് ആയത്ത് കൊണ്ടുവന്നു, ഹദീസ് കൊണ്ടുവന്നു, ഷിദ്ദത്തിൻ്റെ ആയത്ത് കൊണ്ടുവന്നു, ഹദീസ് കൊണ്ടുവന്നു. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്തിനെ തടസ്സപ്പെടുത്തുന്നില്ല? തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സഹോദരനെ നസീഹത്തോടുകൂടി ഉണർത്തുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല? നമ്മെ പിൻവലിപ്പിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഈ പറയുന്നതെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാകരുത്? ലാ ബിൽ ലംസി വസൂഇൽ ളന്നി വൽ ഉസ്ലൂബ് അൽ അനീഫ്. പരുഷമായ രീതിയിൽ ഓനെ കുത്തുവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മോശമായ രൂപത്തിൽ ഓനെ മനസ്സിലാക്കി ഓൻ പറഞ്ഞതൊക്കെ ചിന്തിച്ചെടുത്ത് ഇങ്ങനെയുള്ളൊരു പ്രബോധനം എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. ഫഇന്ന ദാലിക യുനഫിറു മിനൽ ഹഖ്. ഹക്കിൽ നിന്ന് എന്ത് ചെയ്യും? ആളുകൾ ഒരു വെറുപ്പുണ്ടാവും ഹക്കിനോട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ആ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹക്കിനോട് വെറുപ്പ് വരുന്ന അവസ്ഥ ഉണ്ടാവും. ഇനി ഓന് എത്ര തന്നെ വിളിച്ചാലും എന്ത് ചെയ്യൂല? അതിലേക്ക് പോകാൻ തോന്നൂല. കാരണം എന്താണ്? ഇവൻ്റെ ഈ സ്വഭാവമാണ്, ഇവൻ്റെ ഈ പെരുമാറ്റമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല സ്വഭാവം ഉണ്ടാകണം. നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് എങ്കിൽ നമ്മുടെ പ്രബോധനം എന്ത് ചെയ്യും? അത് ആളുകൾ സ്വീകരിക്കും.
എന്നിട്ട് ഷെയ്ഖ് ആയത്തായിട്ട് കൊടുക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂൻ നബിയോടും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു പറയുന്നുണ്ടല്ലോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യന എന്ന അതേ ആയത്താണ്. അതോടൊപ്പം തന്നെ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും എന്ന ആയത്തും. പിന്നെ ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അപ്പോൾ ഇത് വഹാദൽ അംറു ലൈസ ഖാസൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടു കൂടിയും മൗഇലത്തോടു കൂടിയും ക്ഷണിക്കണം എന്നത് നബിക്ക് മാത്രം പ്രത്യേകമായ വിധിയാണോ? അല്ല, ഉമ്മത്തിന് മൊത്തത്തിന് ബാധകമാണ്. ഉമ്മത്തിന് മൊത്തത്തിന് ബാധകമായ വിധിയാണ്. ഹിക്മത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമുണ്ടാകണം. അൽ മൗഇലത്തുൽ ഹസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർഗീബും ഉണ്ടാകണം, തർഹീബും ഉണ്ടാകണം. പേടിപ്പെടുത്തലുണ്ടാകണം. അതോടൊപ്പം പേടിപ്പെടുത്തൽ മാത്രമാകരുത്, അവർക്കൊരു പ്രതീക്ഷ നൽകണം. സ്വർഗം എന്നതിൻ്റെ ഒരു പ്രതീക്ഷകളും അനുഭൂതികളും ഒക്കെ അവർക്ക് വരച്ചു കൊടുക്കാൻ പറ്റണം. ഇനിയോ വജാദിൽഹും, തർക്കിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ തർക്കിക്കണം. അങ്ങനെ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ പഠിപ്പിച്ചിരുന്നത് ആ ഒരു ആശയാണ്. വല്ലദീന തബഉഹും ബി ഇഹ്സാനിൻ, ഇഹ്സാനോട് കൂടിയിട്ട് എന്ത് ചെയ്തു? അവരെ പിൻപറ്റി എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് മൻ യുഹ്രിമുർ റിഫ്ഖ യുഹ്രിമുൽ ഖൈറ കുല്ലഹ്. ആരെങ്കിലും റിഫ്ഖിനെ ഒഴിവാക്കുകയാണ് എങ്കിൽ എല്ലാ ഖൈറിനെയുമാണ് എന്ത് ചെയ്യുന്നത്? ഒഴിവാക്കുന്നത്. ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിഫ്ഖ് വന്നു കഴിഞ്ഞാൽ റിഫ്ഖ് എന്ത് ചെയ്യും? ആ കാര്യത്തെ ഭംഗിയുള്ളതാക്കും, അലങ്കൃതമാക്കുന്ന. അതേ സമയത്തോ വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, ആ റിഫ്ഖ് എടുത്തു മാറ്റപ്പെട്ടാൽ ആ കാര്യത്തെ മോശമാക്കി കളയുന്ന. അപ്പോൾ റിഫ്ഖ് എപ്പോഴും ഉണ്ടാകണം. നമുക്ക് ഒരാളോട് ചോദിക്കുമ്പോൾ റിഫ്ഖ് ഉണ്ടാകണം, ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുണ്ടാകണം? റിഫ്ഖ് ഉണ്ടാകണം. അപ്പോൾ റിഫ്ഖ് അതിന് എത്ര വലിയ അദ്ദേഹം ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാകട്ടെ, എന്താളാകട്ടെ, അവിടെയെല്ലാം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് തന്നെയാണ്? റിഫ്ഖോട് കൂടിയിട്ട് പറയാന്നുള്ളത് തന്നെയാണ്. പിന്നെ ഉൻഫിലേക്ക് പോകണമെങ്കിൽ അതിൻ്റേതായ സാഹചര്യം ഉണ്ടാകണം. അതല്ലാത്തടത്തോളം കാലം റിഫ്ഖാണ്. മറ്റേത് റിഫ്ഖിലല്ല നമ്മൾ പെരുമാറുന്നത് എങ്കിൽ അവിടെ ഇത് വീക്ഷിക്കുന്ന ആളുണ്ടാവും. ഇത് വീക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എന്താ മനസ്സിലാവുക? ഒരു വെറും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാക്കുകയാണോ, എൻ്റെ സംസാരം ശരിയല്ല. നമ്മൾ എത്ര വലിയ ഹക്ക് പറഞ്ഞാലും ആൾ പുറത്തുനിന്ന് ആളതാ മനസ്സിലാക്കുക. അവൻ്റെ സംസാരം നോക്കിയേ, എന്നാൽ ആ ക്ലാസ് എടുക്കുന്ന ആളെ സംസാരം നോക്കിയേ, ഈ സംസാരത്തിന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏതാ ഹക്ക് എന്നൊക്കെ എന്നാണ് വിലയിരുത്തുക. അപ്പോൾ അവിടെയാണ് പറയുന്നത് റിഫ്ഖ് വേണം. നല്ല റിഫ്ഖ് എന്ത് വേണം? നമുക്ക് സത്യത്തോട് കൂറ് വേണം. അതോടൊപ്പം തന്നെ ഇത് ദീനാണ്, ഇത് പ്രബോധനം ചെയ്യേണ്ടത് എന്തല്ല നമ്മുടെ അവഹക്കനുസരിച്ചല്ല, മറിച്ച് ഇതിന് അതിൻ്റേതായ രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? പ്രബോധനം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇന്നല്ലാഹ യുഅതി അലൽ റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫ്. ഉൻഫിന് അള്ളാഹു നൽകാത്തത് എന്തിന് നൽകും? റിഫ്ഖിന് നൽകുന്നതാണ്. അപ്പോൾ അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന വിഷയത്തിലാകട്ടെ, ജനങ്ങളുമായി ഇടപെടുന്ന വിഷയത്തിലാകട്ടെ, നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഇവരോട് ഇടപെടുന്ന വിഷയത്തിലാകട്ടെ, എല്ലാത്തിലും റിഫ്ഖ് വേണം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിയെ എന്ത് ചെയ്യുക? നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുക, അതല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി അവനോട് പറയുക. ആ സമയത്തൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നത് എങ്ങനെയാണ്? നിസ്കരിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്തില്ല, തീരെ റിഫ്ഖില്ലാത്ത രൂപത്തിലാണ് പറയുക. എന്നാൽ അവിടെ റിഫ്ഖിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്കും നിസ്കരിക്കാൻ തോന്നും. മറ്റേത് അവർക്ക് നിസ്കാരം എന്തായിരിക്കും? നമ്മുടെ പറച്ചിൽ കാരണത്താൽ ഒരു ഭാരമായിട്ട് തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരു സാധാരണ ഒരു കഥ പറയാറുള്ളത്, ഒരുത്തനിങ്ങനെ നിസ്കാരത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യാണ്? അവനിങ്ങനെ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കെ പറഞ്ഞു എന്നാണ്, എന്താ ചങ്ങായി നിസ്കാരത്തിൻ്റെ സമയമില്ല, നിസ്കരിച്ചു വിടാൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് ഓൻ നിസ്കരിക്കാൻ പോയില്ല. എന്നാൽ അടുത്തൊരുത്തൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ സംഭവം തന്നെ എന്ത് ചെയ്തു? നേരെ കുറച്ചൊരു മയത്തിൽ പറഞ്ഞു കൊടുത്തു, നമുക്ക് നിസ്കരിക്കാൻ പോവല്ലേ, സമയമായില്ലേ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആ ശൈത്താൻ എന്നെ ഈ കോലത്തിലെല്ലാം എന്ത് ചെയ്തത്? വിളിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത്
അതാണ് അതിൻ്റെ വ്യത്യാസം. പറച്ചിൽ എന്തുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമുക്ക് തോന്നും, പോകാൻ തോന്നും, അവിടെ പോയി ഇരിക്കാനൊക്കെ തോന്നും. എന്നാൽ ചില ആൾക്കാരുടെ വർത്തമാനം കേട്ടാലോ നമുക്ക് പോകാൻ പോയിട്ട് അതിൻ്റെ അടുത്ത് കൂടെ പോകാൻ എന്ത് ചെയ്യില്ല, നമുക്ക് തോന്നൂല. അപ്പോൾ സംസാരത്തിന് എന്തുണ്ട്, വളരെ വലിയ ഫലം സംസാരത്തിനുണ്ട്. അത് നമ്മൾ പരിഗണിക്കുക തന്നെ വേണം. എന്നിട്ട് ഷെയ്ഖ് പറയാൻ അനിയതഖയ്യറു അൽ അസാലീബ് അൽ മുഫീദ, ഉപകാരപ്രദമായ ശൈലി സ്വീകരിക്കണം. വൽ ഇബാറാത്ത് അല്ലതി ലൈസ ഫീഹാ ഉൻഫുൻ വലാ തൻഫീറുൻ മിനൽ ഹഖ്, ഹക്കിൽ നിന്ന് ആളുകളെ വിദൂരമാക്കുന്ന പരുഷമായ ഇബാറത്തുകൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. അത് ചെറിയ ഇബാറത്തായിരിക്കാം, ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് തട്ടുക. ഒരു ചെറുക്ക് എന്തിനപ്പം അങ്ങനെ പറയുന്നത്, കുറച്ചൊക്കെ ഒരു മയത്തിൽ പറഞ്ഞാൽ പോരെ എന്നെന്ത് ചെയ്യും, പറയും. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. പണ്ട് ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഇതേ രൂപത്തിലാണ് മറുപടികളൊക്കെ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒക്കെ എന്താണ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു 5 കളിയാക്കലുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അടുത്തതിലോ ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ ചെറുതാക്കാം എന്നുള്ളതാണ് അടുത്ത സംസാരത്തിലുണ്ടാവും. അപ്പോൾ പണ്ടത്തെ ഒരു ശൈലി അതായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെ ഒരാൾ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ വിലയിരുത്തും. എന്തിനപ്പം അങ്ങനെ പറയേണ്ട ആവശ്യം, സംഭവം പറഞ്ഞു പോയാൽ പോരെ, അങ്ങനെയൊക്കെ വ്യക്തിപരമായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം അത് ശരിയല്ലല്ലോ എന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇബാറത്തുകൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. വല്ലത്തി യുർജാ മിൻ വറാഇഹാ ഇൻസിയാഉ മൻ ഖാലഫൽ ഹഖ്ഖ ഇലാ ഖബൂലിഹി. അപ്പോൾ ഇത് പിന്നിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹക്ക് അവർ സ്വീകരിക്കണമല്ലോ, ഹക്കിൽക്ക് അവർക്ക് തൃപ്തി ഉണ്ടാകണം, ഹക്കിന് മുൻഗണന നൽകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇബാറത്തുകൾ എന്ത് ചെയ്യണം, സൂക്ഷ്മതയോടുകൂടി പ്രയോഗിക്കണം. വഅൻ ലാ യസ്ലുക ഫീ ദഅവതിഹി അൽ മസാലിക അല്ലതി തുനഫിറു മിനൽ ഹഖ്ഖി വയദ്ഉ ഇലാ റദ്ദിഹി വഅദ്മി ഖബൂലിഹി. എന്ത് മാർഗം സ്വീകരിക്കരുത്, ഹക്കിൽ നിന്ന് ആളുകളെ വിദൂരമാക്കുന്ന, ഹക്കിനോട് ആളുകൾക്ക് ഒരു തൃപ്തിയില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങളും ഇബാറത്തുകളുമെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ദഅവത്ത് എന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. അതുകൊണ്ട് വഹുവ ദഅവത്തു ബിൽ ഹിക്മ, ഹിക്മത്തോടു കൂടിയായിരിക്കണം. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഇൽമി വൽ ബസീറ, ഇൽമുണ്ടാകണം, ഉൾക്കാഴ്ച ഉണ്ടാകണം. ബിർ റിഫ്ഖി വല്ലീൻ, റിഫ്ഖ് ഉണ്ടാകണം, ലോലത ഉണ്ടാകണം. ലാ ബിഷിദ്ദത്തി വൽ ഗില്ല, പരുഷമായിട്ടല്ല. ഹാദാ ഹുവൽ ഉസ്ലൂബ് ശർഇയ്യു ഫി ദഅവ, ഇതാണ് ശർഇയായ ദഅവത്തിൻ്റെ ശൈലി എന്നത്. എന്നാൽ ഇല്ലാ മൻ വലം, നമ്മെ ആക്രമിച്ച ആളുകളുണ്ടാവും, ഓൻ വലിയ അക്രമകാരിയാണ്, ഓനോട് ചിലപ്പോൾ എന്ത് ചെയ്യണം എന്നുണ്ടാവില്ല, നല്ല രൂപത്തിൽ പെരുമാറണം എന്നുണ്ടാവില്ല. ഓനോട് ആ രൂപത്തിലാണ് എന്ത് ചെയ്യുക, നമ്മൾ പെരുമാറുക. അതല്ലാത്ത എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ റിഫ്ക്കിലാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത്. ഈ റിഫ്ക്കോട് കൂടി നമ്മൾ എന്തിന് പ്രബോധനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ എന്ത് സ്വീകരിക്കണം, ഹക്ക് സ്വീകരിക്കണം. റിഫ്ക്ക് നഷ്ടപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എല്ലാ ഭംഗിയും എന്ത് ചെയ്യും, നഷ്ടപ്പെടും, എല്ലാ ഭംഗിയും നഷ്ടപ്പെടും. ഇനി അവിടെ ആ ആയത്തിൽ പറയുന്ന ഒരു വിഷയമുണ്ട്, വജാദിൽഹും എന്ന് പറഞ്ഞിട്ട് പറയുന്ന എന്താണ്, ഏറ്റവും നല്ല രൂപത്തിൽ എന്നാണ്, ഏറ്റവും നല്ല രൂപത്തിൽ. അവിടെ തന്നെ സൂറത്തുൽ അൻകബൂത്തിലെ 46-ാമത്തെ ആയത്ത്, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, ജിദാല് നടത്താം. അപ്പോൾ ജിദാല് നടത്തുക എന്ന് പറയുമ്പം അവിടെ നമ്മൾ തെളിവുകൾ ഹാജരാക്കുക, ആ തെളിവുകൾ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവിടെ അള്ളാഹ് പ്രയോഗിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ജിദാൽ നടത്തേണ്ടത്. എന്നാൽ ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവരിൽ അക്രമം ചെയ്ത ആളുകളുണ്ട്, അവരോട് എന്ത് ചെയ്യണമെന്നില്ല, ആ രൂപത്തിൽ അഹ്സനായ രൂപത്തിൽ നമ്മൾ പെരുമാറണം എന്നില്ല. അപ്പോൾ അക്രമകാരികളായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അങ്ങേയറ്റത്തെ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ. നമ്മൾ ഒരുപാട് തവണ വളരെ നസീഹത്തോടു കൂടി പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ടും എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾ നമ്മുടെ മേലോട്ട് കയറി വരാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി വാർതാണ്, അവർക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഈ റിഫ്ക്കിൽ അവരുടെ മുമ്പാകെ പോകണമെന്നില്ല. അതല്ലാത്ത എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം റിഫ്ക്കിലാണ് പോകേണ്ടത്. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലത് കൽപ്പിക്കണം. ഫഅലൈക അൻ തസ്ബിർ, അതുകൊണ്ട് നീ ക്ഷമിക്കണം. വഅലൈക അൻ തതഹമ്മൽ, നീ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് ഭാരങ്ങൾ ചുമക്കേണ്ടതുണ്ട്. വല തഅജിൽ ബിസബ്ബിൻ ഔ കലാമിൻ സയ്യിഇൻ ഔ ഗില്ല, അതുകൊണ്ട് മോശമായത് പറയാ, മോശമായ രൂപത്തിൽ പെരുമാറുക, ഇതൊക്കെ നീ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇതിലൊന്നും നീ ധൃതി കാണിക്കരുത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂൻ നബിയോടും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്താണ്, ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, അവൻ ചിന്തിച്ചേക്കാം. നല്ല രൂപത്തിൽ സംസാരിച്ചാൽ എന്തിന് സാധ്യതയുണ്ട്, അവൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, മൻ വലിയ മിൻ അംരി ഉമ്മത്തി ഷൈഅൻ,
ഫറഫിഖ ബിഹിം ഫർഫുഖ് ബിഹി. എൻ്റെ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തം ഒരാൾ ഏറ്റെടുത്തു. എന്നിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്തു പെരുമാറി. അള്ളാഹ് എന്ത് ചെയ്യട്ടെ, അദ്ദേഹത്തോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറട്ടെ. ഇനി അവരോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത്, അവരെ പ്രയാസപ്പെടുത്തി, ജനങ്ങൾ എന്ത് ചെയ്തു, ഇദ്ദേഹം അവരെ പ്രയാസപ്പെടുത്തി. അള്ളാഹു എന്ത് ചെയ്യട്ടെ, അവരെ പ്രയാസപ്പെടുത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് റിഫ്ഖുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, നല്ല ഉസ്ലൂബ് എന്ത് ചെയ്യണം, നല്ല ശൈലി പ്രബോധനത്തിൽ സ്വീകരിക്കണം. ആർക്കും ലിൽ മുസ്ലിമീന വൽ കുഫാരി ജമീഅൻ, മുസ്ലിമീങ്ങളോടാകട്ടെ അവിശ്വാസികളോടാകട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല പ്രബോധനത്തിൻ്റെ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. ലാ ബുദ്ദ മിനർ റിഫ്ഖി മഅൽ മുസ്ലിമി വ മഅൽ കാഫിർ. കാഫിറിൻ്റെ കൂടെ ആകട്ടെ മുസ്ലിമിൻ്റെ കൂടെ ആകട്ടെ എന്താവശ്യമാണ്, റിഫ്ഖ് ആവശ്യമാണ്. ഫഇന്നഹും യഹ്താജ്, എന്നിട്ട് പറയാം അമീർമാരോട്, നേതാക്കന്മാരോട്, ചില അറിയപ്പെട്ട വ്യക്തികളോട്, ഇവരോടൊക്കെ ചിലപ്പോൾ റിഫ്ഖ് എന്ത് ചെയ്യേണ്ടി വരും, ഒന്നും കൂടി കൂടേണ്ടി വരും. കാരണം ഇവരൊക്കെ ആ സ്ഥാനത്തുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഹക്കിന് പ്രാധാന്യം നൽകി ഇവർക്കുള്ള സ്ഥാനമൊന്നും നൽകാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകൂല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒന്നും കൂടി റിഫ്ഖിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടി വരും. കാരണം എന്താ, ലഅല്ലഹും യഖ്ബലൂനൽ ഹഖ്ഖ, അവർ ഹക്ക് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. വയുസിറൂനഹു അലാ മാ സിവാഹു, അതല്ലാത്തതിനേക്കാളും ബാത്തിലിനേക്കാളും പിന്നെ അവരെന്തിന് പ്രാമുഖ്യം കൊടുക്കും, ഹക്കിന് പ്രാമുഖ്യം കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പെരുമാറേണ്ടത്. വഹാകദ മൻ തഅസ്സലത് ഫീ നഫ്സിഹി അൽ ബിദ്അ അവിൽ മഅസിയ, ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിദ്അത്തിൽ ഇങ്ങനെ ജീവിക്കും, മറ്റൊരാൾ ഒരുപാട് കാലങ്ങളായി തിന്മ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിഫ്ഖ് കാത്തു സൂക്ഷിക്കണം. ചില ആൾക്കാർ ബിദ്അത്ത് ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു കൊടുത്തു, പിന്നെയും ചെയ്യുന്നു, പിന്നെ നമുക്ക് വെറുപ്പാണ് അവനോട്, വെറുപ്പ് വേണം, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യരുത്, അത് നമ്മൾ അവനോട് നടത്തുന്ന ദഅവത്തിൽ റിഫ്ഖ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ദഅവത്തിൽ എന്ത് ചെയ്യണം, റിഫ്ഖ് ഉണ്ടാകണം. കാരണം ഒരുപാട് കാലമായി ആ ബിദ്അത്ത് ചെയ്യുന്നു, ആ ബിദ്അത്ത് എന്ത് ചെയ്യും, ഒരുപാട് കാലം ചെയ്തത് കൊണ്ട് തന്നെ അതിങ്ങനെ ശീലമായി മാറി, പിന്നെ അത് ഒഴിവാക്കുന്നത് നല്ലതല്ല എന്ന രൂപത്തിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങേറ്റത്തെ സ്വബ്ർ എന്ത് വേണം, നിനക്ക് അവനെ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ വേണം. വഹത്ത യതബയ്യന ലഹു ശർറുൽ മഅസിയ, ഏതുവരെ, ഓൻക്കെന്ത് ചെയ്യണം, തെളിവുകൾ നിരത്തി നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബിദ്അത്തിൻ്റെ ആളാകട്ടെ, അതേപോലെ തന്നെ മഅസിയത്തിൻ്റെ ആളാകട്ടെ, ഈ ബിദ്അത്ത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവൻ്റെ അവസാനം എങ്ങനെയായിരിക്കും, പര്യവസാനം എന്താണ്, ആഖിബത്ത് എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ കൃത്യമാണ്. നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ, തിന്മയിൽ മുഴുകുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മൾ ഒറ്റക്കൊന്ന് വിളിച്ചിരുത്തി വളരെ നസീഹത്തോടു കൂടി സംസാരിച്ചാൽ എന്ത് ചെയ്യും, അവരുടെ ഹൃദയത്തിന് നല്ല മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നില്ല, അതിന് മുതിരുന്നില്ല. നമ്മൾ ആളുകളുടെ മുമ്പിലൊക്കെ നിന്നുകൊണ്ട് അവരെ മോശമാക്കുന്നു, ഓനങ്ങനെ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നു. അപ്പം അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായാൽ മതി, പിന്നെ അവരെന്ത് ചെയ്യൂല, അവരടുക്കൂല. അതാണ് പറയുന്നത്, നമ്മുടെ ഒരു സംസാരം എന്ത് ചെയ്യരുത്, ഹക്കിൽ നിന്ന് ആളുകൾ വിദൂരമായി പോകുന്നതിന് കാരണമായി തീരാൻ പാടില്ല. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലക്ക് തൻ്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ഖിൻ്റെ ജീവചരിത്രത്തിൽ ആളുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഷെയ്ഖ് ബിൻ ബാസുമായി ബന്ധപ്പെട്ട അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, ആളുകളോട് വളരെ നസീഹത്തോട് കൂടിയിട്ടാണ്. അദ്ദേഹത്തോട് മോശമായി പെരുമാറിയാലും തിരിച്ചേറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യും, പെരുമാറും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോടെന്തെങ്കിലും മോശമായി പെരുമാറിയാൽ നമ്മളെന്ത് ചെയ്യും, അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഓൻ എന്നെ ചെറുതാക്കിയവനാണ്, ഓൻ എന്ത് ചെയ്യണ്ട, ആ ഒരു സുഖത്തിലോ നിൽക്കണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കും. എന്തിന് തയ്യാറല്ല, ഓനോൻ്റെ സ്വഭാവം കാണിച്ചു നോക്കെ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ രൂപത്തിൽ പെരുമാറുന്നില്ല എന്നത് പറയാൻ നമ്മൾ തയ്യാറല്ല. നമ്മളെ ഒരാൾ ചെറുതാക്കി സംസാരിച്ചാൽ നമ്മളെന്താ പറയുക, ഓനാരാ എന്നെ ചെറുതാക്കാൻ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓനെ എങ്ങനെയൊക്കെ ചെറുതാക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ഓനെ എഴുത്താൻ പറ്റുമോ ആ പണിയൊക്കെ നമ്മളെടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയോട് തന്നെ നമ്മൾ വളരെ നസീഹത്തോടു കൂടി പറഞ്ഞു നോക്കിയേ, നിങ്ങൾ എന്തൊരു പരിപാടിയാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെറുതാക്കണം എന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ നിങ്ങളുടെ സംസാരത്തിൻ്റെ മിക്ക സംസാരവും നിങ്ങൾ ആളുകളെ ചെറുതാക്കിയിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ പ്രയോഗം ശരിയല്ല എന്നൊക്കെ വളരെ നസീഹത്തോടു കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകും. എന്നിട്ട് ഷെയ്ഖിൻ്റെ മുഖാലിഫീങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മൻഹജ്,
അദ്ദേഹം അതായത് ഷെയ്ഖ് നിലകൊള്ളുന്ന മനഹജ് ഉണ്ടല്ലോ, ഇബ്നു ബാസ് റഹിമഹുല്ല നിലകൊള്ളുന്ന മനഹജിനെതിരെ നിലകൊള്ളുന്ന ആളുകളോട് ഷെയ്ഖ് പെരുമാറിയിരുന്നത് അവരുടെ സംസാരത്തെ എന്ത് ചെയ്യൂല, അവരുദ്ദേശിക്കാത്ത രൂപത്തിലേക്ക് വഹിപ്പിക്കാറുണ്ടായിട്ടില്ല. അവരെന്താണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിലേക്ക് വഹിപ്പിക്കുള്ളൂ. അതായത് അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ പറയാണ് അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് ഷെയ്ഖ് എന്ത് ചെയ്യാറില്ല, പറയാറില്ല. അവരെക്കുറിച്ച് ഇല്ലാത്തത് പറയലില്ല. അതല്ലെങ്കിൽ ജർഹ് ചെയ്യുന്ന സമയത്ത് തന്നെ മോശമായ വാക്കുകളോ ഒന്നും തന്നെ ഉപയോഗിക്കില്ല. അവർക്കുള്ള ആദരം എന്ത് ചെയ്യും, കാത്തു സൂക്ഷിക്കും. അതോടൊപ്പം ബാത്തിലുണ്ടായിക്കഴിഞ്ഞാൽ, തെറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ഉദ്ര കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തു കൊടുക്കാൻ, ഷെയ്ഖ് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്. മുഹമ്മദ് അൽ ഖസാലി എന്ന ജസാഇറിലെ പണ്ഡിതനാണ്. അപ്പോൾ മുഹമ്മദ് അൽ ഖസാലി ഒരിക്കൽ എന്ത് ചെയ്തു, റിയാദിലേക്ക് ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം അവാർഡ് വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ കാണാൻ വേണ്ടിയിട്ട് എന്ത് വരുന്നു, ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം സന്ദർശിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ മുഹമ്മദ് അൽ ഖസാലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പുസ്തകം ലോകത്ത് വളരെ വലിയ ശ്രദ്ധ നേടുകയും വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. അസുന്നത്തുൻ നബവിയ ബൈന അഹ്ലിൽ ഫിഖ്ഹി വ അഹ്ലിൽ ഹദീസ് എന്ന പുസ്തകം. അപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയം. അതിലൊരുപാട് എന്തുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ പുസ്തകത്തിന് ഭയങ്കര വ്യാപകമായിട്ടുള്ള നഷർ, വ്യാപിക്കൽ ലോകത്തെമ്പാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖിനെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. ഷെയ്ഖ് എന്ത് ചെയ്തു, അഭിവാദ്യങ്ങൾ അർപ്പിച്ചു, അദ്ദേഹത്തെ ആദരിച്ചു, അദ്ദേഹത്തോട് നല്ല രൂപത്തിൽ പെരുമാറി, അദ്ദേഹത്തോട് ജസാഇറിലെ ദഅവത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടില്ല, അവനങ്ങനെ ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പെരുമാറ്റമില്ല. ഏറ്റവും നല്ല രൂപത്തിൽ അഭിവാദ്യം ചെയ്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം എന്തിനാണ് വന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് മാത്രമല്ല, എന്താണോ താങ്കൾക്ക് അവിടെ പ്രബോധനത്തിന് ആവശ്യമായത് അതൊക്കെ എന്ത് ചെയ്യാം, ഞാൻ സഹായം ചെയ്യാം എന്നൊക്കെ ഷെയ്ഖ് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് സഹായമാണോ, എന്ത് സഹായത്തിനാണോ വന്നത് അതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മുഹമ്മദ് അൽ ഖസാലി എന്ന് പറയുന്ന പണ്ഡിതൻ ജസാഇറിൽ ഒരു ജാമിഅയിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അവിടുത്തെ മുദീറായിരുന്നു, അവിടുത്തെ മെയിൻ ഹെഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഷെയ്ഖിൻ്റെ മജ്ലിസ് ആകട്ടെ, ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ മജ്ലിസിൽ ഒരുപാട് ആളുകളുണ്ട്. അവിടെ സന്ദർശകർ വന്നിട്ടുണ്ട്, ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാരുണ്ട്, അതിഥികളുണ്ട്, എല്ലാ ആളുകളുണ്ട്. ഫോൺ കോൾ ഇങ്ങനെ തുരതുരാ എന്ത് വരുന്നുണ്ട്, ഫോൺ കോളും വരുന്നുണ്ട്. കാരണം ഫത്വ ഉണ്ടാകും, ഫോണിൽ വരുന്ന ഫത്വകൾ ഉണ്ടാകും, അതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, മറുപടി കൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഷെയ്ഖിൻ്റെ ഫത്വ എഴുതിയെടുക്കുന്ന ആളും എന്തുണ്ട്, ഷെയ്ഖിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട്. ഷെയ്ഖിന് സന്ദർഭം ലഭിക്കുമ്പോൾ, കാരണം ഷെയ്ഖിൻ്റെ അതിഥിയാണല്ലോ ആര്, ഈ മുഹമ്മദ് അൽ ഖസാലി. അപ്പോൾ ഷെയ്ഖിന് ചെറിയ ഒരു ഇടവേള ലഭിക്കുമ്പോൾ ഷെയ്ഖ് എന്ത് ചെയ്യും, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തിട്ട് വളരെ ലോലമായ രൂപത്തിൽ സംസാരിക്കും. പിന്നെ ഷെയ്ഖിന് പിന്നെയും ചോദ്യങ്ങളും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അതിൽ വ്യാപൃതരാകും. ചെറിയ ഗ്യാപ്പ് ഇട്ട് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും അദ്ദേഹത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഇതിനിടയിൽ സമയം കിട്ടിയപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറഞ്ഞു, ലഖദ് ഖറഅതു കിതാബക്കുമുൽ മദ്കൂർ, നിങ്ങളുടെ ആ പുസ്തകം ഞാൻ എന്ത് ചെയ്തു, വായിച്ചിട്ടുണ്ട്. വലാ യഖ്ഫാ അലൈക്കും അന്നൽ ബശറ ഉർളത്തുൻ ലിൽ ഖത്ത്, നിങ്ങൾക്കറിയുന്നതല്ലേ എല്ലാ മനുഷ്യന്മാർക്കും എന്ത് സംഭവിക്കും, തെറ്റ് സംഭവിക്കും. വനഹ്നു വഗൈറുനാ ഉർളത്തുൻ ലിദാലിക്, ഞങ്ങളും ഞാനല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്കും എന്ത് സംഭവിക്കും, തെറ്റ് സംഭവിക്കും. വഖദ് ഖറഅതു ശൈഅൻ മിൻ കിതാബിക്കും, നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ വായിച്ചെടുത്തിട്ടുണ്ട്. വ അലൈഹി ബഅദുൽ മുലാഹലാത്ത്, അതിലെന്തുണ്ട്, ചില നിർദ്ദേശങ്ങൾ തരാണ്ട്, ചിലയിടത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഖസാലി പറഞ്ഞു, അന യുസ്ഇദുനി അൻ തുക്മിലു ഖിറാഅതഹു, എന്നെ സന്തോഷിപ്പിക്കുന്ന വിഷയമാണ് താങ്കൾ എന്ത് ചെയ്യണം, ആ പുസ്തകം പൂർണ്ണമായി വായിക്കണം. അതിലുള്ള മുലാഹലാത്തുകളൊക്കെ എന്ത് ചെയ്യണം, എനിക്ക് പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് ചെയ്യും, അത് ശരിപ്പെടുത്തും എന്നെന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു. ആ വായിച്ചപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് മാനുഷികമായ തെറ്റുകൾ എന്ത് ചെയ്യും, എല്ലാവർക്കും സംഭവിക്കും എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ആ പുസ്തകമാകട്ടെ ലോകത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അതിലൊരുപാട് തെറ്റുണ്ട് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഷെയ്ഖ് വളരെ നസീഹത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കും. ഷെയ്ഖ് ഇങ്ങനെ ഫത്വകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെയ്ഖ് വ്യാപൃതരാകുമ്പോൾ ഈ ഷെയ്ഖ് അൽ ഖസാലി, ഈ ഖസാലി എന്ന് പറയുന്ന ആളും അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഒരു ശിഷ്യനും തമ്മിൽ എന്ത് ചെയ്യും, സംസാരം നടക്കും. ശിഷ്യൻ തമ്മിൽ എന്ത് ചെയ്യും, ഭയങ്കര പൊരിഞ്ഞ നിക്കാഷ് നടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, സംസാരം. ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കും, ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കും, അങ്ങനെ സംസാരം നടക്കും. ആ സമയത്ത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്യും, ഇടവേള കിട്ടുമ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് പറയും, മാദാ ഇൻദക്കും, നിങ്ങളെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും പറയും ഇങ്ങനെയാണെന്നൊക്കെ പറയും.
ആ സമയത്ത് ഷെയ്ഖ് എന്ത് ചെയ്യും? അവരോട് സംസാരിക്കും. യംബഗി അൻ തൂളഅ ഫീ ഇതാരിഹ, എല്ലാ മസലക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സ്ഥാനം കൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ സംസാരിക്കേണ്ടത്. വ അൻ നഹ്രിസ കുല്ലൽ ഹിർസി അലാ ജംഇ കലിമത്തിന, നമ്മൾ കലിമത്ത് എന്ത് ചെയ്യാൻ പറ്റണം? ജംഇ ചെയ്യാൻ പറ്റണം, നമ്മൾ ഒന്നിക്കണം. വൽ ബുഅദ് അനിൽ ഖിലാഫ്, ഖിലാഫിൽ നിന്ന് വിട്ടു നിൽക്കണം. ഫനഹ്നു അമാമ ഉമൂരിൻ കിബാരിൻ തതഅല്ലഖു ബി ഉസൂലിൽ മസായിൽ വസക്കന മിൻ ഗളബിഹിമ വൻതഹൽ ജിദാൽ. അങ്ങനെ അവർക്കിടയിൽ ഭയങ്കര കോപം പൊട്ടിപ്പുറപ്പെടാൻ രണ്ടാൾക്കിടയിലും. അതെന്ത് ചെയ്തു? ഷെയ്ഖ് കടത്തിയെന്നാണ്. അത് ശാന്തമായ ഒരവസ്ഥയിലേക്ക് ഷെയ്ഖ് കൊണ്ടെത്തിച്ചു. എന്നിട്ട് ഈ അൽ ഖസാലി എന്ന് പറയുന്ന പണ്ഡിതൻ എന്തിനു വിളിച്ചു? ഭക്ഷണത്തിന് വേണ്ടി, വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ കുറച്ച് സമയം വൈകിട്ടാണ് ആരെത്തുന്നത്? ഷെയ്ഖ് അൽ ഖസാലി എത്തുന്നത്. അങ്ങനെ ഈ ഖസാലി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയുടെ അടുത്തിരുന്നിട്ട് നല്ല രൂപത്തിൽ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ സംസാരിച്ചു. എന്നിട്ട് ഈ പറയുന്ന വ്യക്തി, ഈ അൽ ഖസാലി എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്തു? ഷെയ്ഖിനോട് പറഞ്ഞു എന്നാണ്, നഹ്നു ബി ഖൈരിൻ മാ ദാമ ഫീന ഹാദർ റജുൽ, ഈ റജുൽ, ഈ പറയുന്ന ഷെയ്ഖ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഖൈറിലായിരിക്കും, നമ്മൾ നന്മയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അദ്ദേഹം ഒരു ടീം വഴിയാണ് അദ്ദേഹം ആ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹം ആ ടീമിൻ്റെ അടുക്കലേക്ക്, അദ്ദേഹത്തിൻ്റെ ആളുകളുടെ അടുക്കലേക്ക് തിരിച്ചു പോയപ്പോൾ ചോദിച്ചു, എന്താണ് താങ്കൾ വൈകാനുള്ള കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുന്ന ഫി ആലം ഇൻസാനിൻ, നമ്മൾ വേറൊരു ലോകത്തായിരുന്നു ഉണ്ടായിരുന്നത്, വല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നെന്ത് ചെയ്തു? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പുകഴ്ത്തി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഷെയ്ഖിൻ്റെ ആ ഒരു നിലപാട് എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും നല്ല രൂപത്തിൽ പെരുമാറി. അതോടൊപ്പം ഖസാലി പറയുന്നുണ്ട്, നിങ്ങൾ എന്തു വേണമെങ്കിലും എന്ത് ചെയ്തോ, ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് തെറ്റുകൾ പറഞ്ഞോ, ഞാനെന്താണ്? തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? പെരുമാറണം. മറ്റേത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല? ആരും അത് തിരുത്തുകയൊന്നും ചെയ്യൂല. അതുമാത്രമല്ല, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മുഫ്തിയാണ്. എന്ത് ചെയ്യുന്നത്? ഇത്രയും റിഫ്ഖോട് കൂടി, നസീഹത്തോടു കൂടി പെരുമാറുന്നത്. അപ്പോൾ ആ ഷെയ്ഖ് ഇബ്നു ബാസിന് അത്ര റിഫ്ഖുണ്ട് എങ്കിൽ അതല്ലാത്ത ആളുകൾക്ക് എത്ര റിഫ്ഖ് ഉണ്ടാകണം? അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അത്രയും റിഫ്ഖ് അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അതല്ലാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല റിഫ്ഖ് ഇത്തരം വിഷയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് നമ്മുടെ സഹോദരന്മാരോടും മതവിദ്യാർത്ഥികളോടും മൊത്തം ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും താങ്കൾക്ക് എന്തൊരു നസീഹത്താണ് നൽകാനുള്ളത്? ഊസീഖും ബി തഖ്വല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വ മുവാസലത്തു ത്വലബിൽ ഇൽം, അറിവ് പഠിക്കുന്നത് എന്ത് ചെയ്യണം? തുടർത്തിക്കൊണ്ടേയിരിക്കണം. അതിലങ്ങേയറ്റത്തെ തൽപരരാകണം. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അത് ദഅവത്ത് ചെയ്യണം. ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്മ പഠിപ്പിച്ചു കൊടുക്കണം. പരസ്പരം മതവിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളും കുഴപ്പങ്ങളും, അതിലൊന്നും നീ എന്ത് ചെയ്യരുത്? പോയി തലയിടരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? വ്യത്യസ്ത വിഭാഗങ്ങളായി എന്നിട്ട് ഇന്ന ഇഹ്ദറു മിൻ ഫുലാൻ, ഇന്ന ആളെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ലാ തജ്ലിസു മഅ ഫുലാൻ, അവൻ്റെ ഒപ്പം എന്ത് ചെയ്യണ്ട? നീ ഇരിക്കണ്ട. ലാ തഖറഉ അലാ ഫുലാൻ, അവൻ്റെ ഒപ്പം എന്ത് ചെയ്യണ്ട? വായിക്കണ്ട. ഹാദാ ലാ യജൂസ്, ഇത് അനുവദിക്കപ്പെട്ട വിഷയമല്ല. ഇദാ കാന ഫുലാനുൻ ഇൻദഹു ഖതഉൻ, ശരിയാണ്, ഒരു വ്യക്തിയുടെ അടുക്കൽ തെറ്റുണ്ടെന്ന് വിചാരിക്കാം. എന്താ ചെയ്യേണ്ടത്? തുനാസിഹു ബൈനക വ ബൈനഹു, നിൻ്റെ ഇടയിലും അവൻ്റെ ഇടയിലും എന്ത് ചെയ്യണം? നസീഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. അമ്മ അന്നക തൻഷുറു ഹാദാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നമ്മൾ പറയണം ഓൻ്റെത് കേൾക്കരുത്, അത് ബുദ്ധിമുട്ടാണ്, അത് പ്രശ്നമാണ്. ഇത് പറയാം എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ പിഴവുകൾ പറയുന്നുണ്ട്, വളരെ വ്യക്തമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം. അതല്ലാത്ത കാലത്തോളം നമ്മളെങ്ങനെയാണ് പറയുക? ഓൻ്റെത് കേൾക്കാൻ പാടില്ല എന്നെങ്ങനെ പറയാം? അതുമാത്രമല്ല, നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്, കേൾക്കാൻ പാടില്ല എന്ന് ജനങ്ങളോടാണല്ലോ നമ്മൾ പറയുന്നത്. അതും ഒരുപാട് പ്രബോധനത്തിൽ ഏർപ്പെട്ട ഒരാളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം. നമ്മൾ കേൾക്കണമെന്ന് പറയണ്ട, എന്നാൽ എന്ത് പറയാൻ വകുപ്പില്ല? കേൾക്കണ്ട എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. അത് നല്ലോണം എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്നാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നത്. വതുഹദ്ദിറു മിൻഹു, നിങ്ങളെന്ത് ചെയ്യുന്നു? അവനിൽ നിന്ന് തഹ്ദീർ ചെയ്യുന്നു. ഓനാകട്ടെ ആലിമായിരിക്കും, അതല്ലെങ്കിൽ ത്വാലിബുൽ ഇൽമായിരിക്കും, അതല്ലെങ്കിൽ നല്ല മനുഷ്യനായിരിക്കും. ലാക്കിൻ അഖ്ത, തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം, എന്നാലും എന്ത് ചെയ്യരുത്? ഫല യജൂസു ഹാദ നഷർ, നീ വ്യാപിപ്പിക്കുന്ന ഈ വാർത്ത ഉണ്ടല്ലോ, അതെന്തല്ല? ശരിയായ നിലപാടല്ല. ആയത്താണ് തെളിവായി കൊടുക്കുന്നത്. സൂറത്തു നൂറിലെ 19-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാരാണോ
അവർക്കാണെന്ത് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉള്ളത് എന്നാണ്. ദുനിയാവിൽ അവർക്ക് എന്തുണ്ടാവും? ശിക്ഷ ഉണ്ടാവുന്നതാണ്. സത്യവിശ്വാസികളുടെ വിഷയത്തിൽ മോശമായത് പ്രചരിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പം അങ്ങനെ എന്ത് ചെയ്യരുത്? നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ല, അതിൻ്റെ പിന്നിൽ പോകാനും പാടില്ല. അൽ വാജിബു അത്തനാസുഹു ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ എന്ത് വേണം? പരസ്പരം നസീഹത്ത് വേണം. വിദ്യാർത്ഥികൾക്കിടയിൽ, ഉലമാക്കൾക്കിടയിൽ ഒക്കെ വേണം. ഉലമാക്കളുടെ ആദരവ് കാത്തു സൂക്ഷിക്കണം. അവർ തഹ്ദീർ ചെയ്യാൻ പാടില്ല. അത് വലിയ ഷർറിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കും. വലിയ ഫിത്തനകൾക്ക് അത് കാരണമായി തീരും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇന്ന ഹാദിഹി ഉമ്മത്തുകുൻ ഉമ്മത്തൻ വാഹിദ വലാ തകൂനു കല്ലദീന തഫറഖു. വേർപിരിഞ്ഞു പോയ ആളുകളെപ്പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആകരുത്. വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാതു വഉലൈക ലഹും അദാബുൻ അലീം. സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു? വ്യത്യസ്ത വിഭാഗങ്ങളായി മാറി. അവർക്ക് വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയാം, ഇഹ്രിസു അല തആലുഫ്. പരസ്പരം ഉൽഫുണ്ടാവുക, ഇണക്കമുണ്ടാവുക, പരസ്പരം നസീഹത്ത് ഉണ്ടാവുക, നന്മയിലും തഖ്വയിലും പരസ്പരം സഹായിക്കുക. വഹ്ദറു മാ യുഫർരിഖു ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഒഴിവാകണം. ഖുസൂസൻ ഫി ഹാദ സമാൻ. പ്രത്യേകമായും ഈ ഒരു കാലത്ത്. അൽ മുസ്ലിമൂന അൽ ആൻ ബിഹാജത്തിൻ ഇലൽ ഇജ്തിമാ. മുസ്ലിമീങ്ങൾ ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ളത് ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിക്കാനാണ് മുസ്ലിങ്ങൾ ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് വലാ തകൂനു ഔനൻ ലിൽ അദുവി അലാ തശ്തീതിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് നീ ആരെ സഹായിക്കരുത്? ശത്രുവിനെ സഹായിക്കരുത്. ഇദാ ഹസലത്തിൽ ഫുർഖതു ബൈനൽ ഉലമാഇ വതലബത്തിൽ ഇൽമി മൻ യബ്ഖാ ലിൽ ഉമ്മ. വിദ്യാർത്ഥികൾക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലുമൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു, ഒരുപാട് വിഭാഗങ്ങളായി കഴിഞ്ഞാൽ ഉമ്മത്തിന് ആരാണ് രക്ഷപ്പെടുത്തുക? ഉമ്മത്തിൽ ആരാണ് പിന്നെ ബാക്കിയുള്ളത്? എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇതിൻ്റെ ഒന്നും കാരണക്കാരല്ല, സാധാരണക്കാരല്ല. ഇതിൻ്റെ ഒക്കെ പ്രശ്നക്കാർ മതവിദ്യാർത്ഥികളാണ്. ഇതിൻ്റെ പ്രശ്നക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്ത് ചെയ്യണം? അവർ പഠിപ്പിക്കണം. ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ തീരുമാനമാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം തശാഹുനാത്തുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒഴിവാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷെയ്ഖ് ഗീബത്തുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ പാരായണം ചെയ്യാം. എന്നിട്ട് അവിടെ പറയുന്നത്, ലാ തുതീഉ ആഹുലാഹി വലാ തകൂന ഔനൻ ലിശൈത്താനി അലാ തഫ്രീഖിൽ ഉമ്മ. ഉമ്മത്തിനെ വിഭജിക്കുന്ന വിഷയത്തിൽ ഷെയ്ത്താൻ എന്ത് ചെയ്യരുത്? നിങ്ങൾ സഹായിക്കരുത്. ഷെയ്ത്താനെ സഹായിക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ വന്ന ചില ആയത്തുകളൊക്കെ പാരായണം ചെയ്യാണ് അവിടെ. സൂറത്തു നിസായിലെ 94-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ളറബ്തും ഫീ സബീലില്ലാഹി ഫതബയ്യനു വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിന. ഒക്കെ ആകത്തുകയായിട്ട് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് വളരെ നസീഹത്ത് ഉണ്ടാകണം. മുസ്ലിങ്ങൾ ഇജ്തിമാ ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പണിപ്പെടേണ്ടത്. അല്ലാതെ അവരെ വിഭജിക്കുക എന്നുള്ളതല്ല. ലാ നഖൂലു ഉത്റുക്കു അൽ ഖത്ത. നമ്മൾ എന്ത് പറയണില്ല? തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ ഒഴിവാക്കണം എന്ന് പറയണില്ല. മറിച്ച് ബൽ അസ്ലിഹു അൽ ഖത്ത. ഖത്ത എന്ത് ചെയ്യണം? തെറ്റ് സംഭവിച്ചാൽ തെറ്റ് ശരിയാക്കണം. പക്ഷേ ഏത് രീതിയിൽ? ബിത്തുറുഖി അശ്ശറഇയ്യ. ശർഇയ്യായ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മളത് ശരിപ്പെടുത്തേണ്ടത്. എന്നിട്ട് ശേഷം ഇബ്രാഹിം ആലു ഷെയ്ഖ് ഹഫളഹുല്ല അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പ്രബോധകന്മാരോട് മാത്രമായിട്ട് അദ്ദേഹം ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം യുവാക്കളാണ്. ആ യുവാക്കൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ റദ്ദിന് ഏർപ്പെടേണ്ടത് പണ്ഡിതന്മാരാണ്. പക്ഷെ ആരാണ് അതിന് മുന്നിൽ നിൽക്കുക? യുവാക്കളാണ്. അത് ബുദ്ധിമുട്ടാണ്, അത് പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ശേഷം പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.